ഹായ്, നമ്മുടെ സ്റ്റുഡൻ്റ് ആക്കിയിൽ ഡാറ്റാ സയൻസ് ആണ് നമ്മുടെ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആളിപ്പോൾ IBM പ്ലേസ്ഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടുത്തെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു, IBM എങ്ങനെയാണ് ആൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നതൊക്കെ നമുക്ക് അഖിലിനോട് ചോദിച്ചറിയാം. ഹായ് അഖിൽ, എങ്ങനെയുണ്ടായിരുന്നു ക്യാമറിലെ ക്ലാസ്സും ആൾ എങ്ങനെയാണ് IBM എത്തിയത്? ക്ലാസ്സസ് ഞാനിവിടെ ഓഗസ്റ്റിലാണ് ജോയിൻ ചെയ്തത്. ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ക്ലാസ്സിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഫെബ്രുവരി 2026 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ഫെബ്രുവരി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അത് ഇൻ പേപ്പറാണ് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ കുറച്ച് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ മാർച്ച് സെക്കൻഡ് വീക്കിലോടെയാണ് കംപ്ലീറ്റ് ചെയ്തത്. സോ എങ്ങനെയുണ്ടായിരുന്നു IBM ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും? IBM ആദ്യം എനിക്ക് വന്നതൊരു ഓൺലൈൻ SHL ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ പട്ടിയും പൂച്ചയും പാറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് SHL ടെസ്റ്റ് ആയതുകൊണ്ട് മോണിറ്ററിങ് പ്രശ്നമാണ്. ക്യാമറ കുറച്ച് ഹെഡ് ടിൽറ്റിന്റെ ആംഗിളൊക്കെ കൂടിക്കഴിഞ്ഞാൽ പണിയാവും. അപ്പം തന്നെ ഡിസ്ക്വാളിഫൈ ആയും. അപ്പം ഞാൻ രോഹിണി മിസ്സിനോട് ചോദിച്ചിട്ട് ഇതിന്റെ മേളിലാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ 25 മിനിറ്റ്സിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 1 വീക്കിന്റെ ഇടയിൽ തന്നെ കോഡിംഗ് ടെസ്റ്റ് വന്നു. MIT-ലാണ് വന്നത്, മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ. അതിൽ ഓൾമോസ്റ്റ് 90+ ആൾക്കാർ കോഡിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു ചാലഞ്ചിന്. അതിൽ 9 പേര് സെലക്ട് ആയിട്ടുള്ളൂ. അതിലൊരാളാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് വന്നത്. ടൈപ്പിങ്ങിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ മറ്റേ അപ്പോസ്ട്രോഫി അങ്ങനെ ഓട്ടോ കറക്ഷൻ ഒന്നുമില്ല, നമ്മളെല്ലാം അടിച്ചിടണം. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അപ്പം തന്നെ റെഡ് ആവും. അങ്ങനെ മാർക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റേ തരുള്ളൂ, എത്ര വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് 25 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് ഡേ തന്നെയാണ് ഇന്റർവ്യൂ വന്നേക്കണത്. അപ്പോൾ അതിൽ 9 പേരും പോയി, അതിൽ 6 പേരെ സെലക്ട് ചെയ്തുള്ളൂ. ഒരാളായി. സോ ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സുകളും അല്ലെങ്കിൽ ഇവിടുത്തെ ട്രെയിനിങ് ഒക്കെ എങ്ങനെയായിരുന്നു ആള്? ഒരുപാട് നമ്മുടെ ഇവിടുത്തെ ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സസും കമ്മ്യൂണിക്കേഷനും സോഫ്റ്റ് സ്കില്ലിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് വന്നത്. എനിക്ക് ഇതിന് മുമ്പ് TCSന്റെ ഇന്റർവ്യൂ വന്നതാ. അത് ഞാൻ മാസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ വന്നത്. അപ്പോൾ അന്ന് ആപ്റ്റിറ്റ്യൂഡ് ക്ലിയർ ചെയ്തു. ഇന്റർവ്യൂ എന്ന് വന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് ഇന്റർവ്യൂന്ന് റിജക്ട് ആയെന്ന്. ഞാൻ കരുതി അവർ വലിയ കമ്പനിയാണെന്ന് ഒരുപാട് സെലക്ട് ചെയ്യൂല, കുറച്ച് കളയുന്നു. പിന്നെ ജയദേവൻ സാറിന്റെ ആദ്യത്തെ ക്ലാസ്സിലാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ചുമ്മാ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, കുറേ കാര്യങ്ങളുണ്ടാക്കി നടക്കും. അപ്പോൾ മനസ്സിലായി ഞാൻ അന്ന് ഇന്റർവ്യൂ ചെയ്ത കുറേ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്. പിന്നെ കുറേ ഇന്റർവ്യൂസ് വന്നു, പോയ ഇന്റർവ്യൂ ഒക്കെ മിക്കതും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് രോഹിണി മിസ്സാണ് എൻ്റെ സാറുമായിട്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ ഇത് വേണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ നീ എങ്ങനെ ക്യാമറയിലേക്ക് എത്തിയ ഈ ഒരു ഡിഗ്രി വിളിക്കുന്നതിന് കുഴപ്പമുണ്ടല്ലോ? ഇല്ല. ഓക്കെ, അഖിൽ എങ്ങനെയാ ക്യാമറയിലേക്ക് എത്തിയതിലേക്ക്? ഇപ്പൊ കോഴ്സ് കഴിഞ്ഞിട്ട് എത്ര ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു? അതിപ്പോ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്യും, കോഴ്സസ് അവൈലബിൾ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് എൻ്റെ വീട് പണി നടക്കണതാണ്. അപ്പോൾ അന്നൊരു ഇത് ഫീസിബിൾ അല്ലായിരുന്നു. കുറച്ച് പേര് നമ്മുടെ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു, അവർ ക്ലാസ്സസ് ഒക്കെ എടുത്തു തന്നു. അപ്പോൾ മനസ്സിലായി ഈ കോമ്പറ്റീഷൻ വളരെ അധികമാണെന്ന്. അപ്പോൾ ഇവിടെ റാങ്ക് 1 ആണെങ്കിലും റാങ്ക് 2 ആണെങ്കിലും പ്രശ്നമാണ്, അങ്ങനെ ജോലി കിട്ടാൻ ചാൻസസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ വെയിറ്റിലല്ല ഇവിടെ കാര്യം. പേപ്പർ വെയിറ്റ് ഉണ്ടെങ്കിൽ മേ ബി ടീച്ചർ ആകാം, പക്ഷേ സ്കിൽ സെറ്റിലേക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കും ഒരു കോഴ്സ് ചെയ്യാം എന്ന രീതിക്കായിരുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളൊരു അഡ്വാൻസ് കൊടുത്തായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് 1 വർഷത്തേക്ക് ട്രെയിനേഴ്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ജോയിൻ ചെയ്തത് അവരുടെ കോഴ്സസിൻ്റെ സർട്ടിഫിക്കേഷൻ കാരണമല്ല, അവരുടെ ഒരു പ്രയോറിറ്റി കൊടുത്തേക്കുന്ന കമ്മ്യൂണിക്കേഷനും സോഫ്റ്റ് സ്കില്ലിനുമാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ കരുതിയത്. പിന്നെ പ്രശ്നമായതുകൊണ്ട് അവിടെ കിട്ടാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഞങ്ങളൊരു 5 പേരുടെ ബാച്ചായിട്ടാണ് ഇവിടെ കയറിയേക്കണത്. കാരണം നമ്മുടെ ക്യാമറൻ മാത്രമാണ് പ്ലേസ്മെന്റ് അഷുറൻസ് പറയണല്ലോ. അതുകൊണ്ട് ആ ഒരു സോൾ ബേസിസിലാണ് കയറിയതും ഇപ്പോൾ ജോലി കിട്ടിയത്. ഇവിടുത്തെ ഞങ്ങളുടെ സ്റ്റുഡൻസിന് ഇവിടെ നമ്മളിവിടെ കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളത്. നോർമലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനായിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ് കൊടുക്കാനായിട്ട് എല്ലാവർക്കും പറ്റും. ഞങ്ങളിവിടെ വരുന്ന കുട്ടികൾക്ക് ഞങ്ങൾക്കൊരു IT കമ്പനി ഉണ്ട് ബാക്കിൽ. സോ ആ കമ്പനിയുടെ ഒരു എക്സ്പീരിയൻസ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്ക്. സോ അത് അഖിലിന് എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടോ? നമ്മൾ ഇവിടെ ക്യാമറ എന്ന് പറയുമ്പോൾ അങ്ങനെ ക്ലാസ് റൂം ടൈപ്പ് അല്ല കമ്മ്യൂണിക്കേഷൻ വരുന്നത്. നമ്മൾ നമ്മുടെ PS ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നു, സംസാരിക്കുന്നു, അത് അതേ ഡിപ്പാർട്ട്മെന്റിലായിട്ട് സംസാരിക്കുന്നു. ഇവിടെ ഡാറ്റ സയൻസ് മാത്രമല്ല റോളുള്ളത്, പലതരത്തിലുള്ള റോളുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇന്ററാക്ഷൻ ഒക്കെ വരാറുണ്ട്, അങ്ങനെ സംസാരിക്കാറുണ്ട്. പിന്നെ ഒരു ഹാക്കത്തോൺ നടത്തിയായിരുന്നു. ഹാക്കത്തോൺ നടത്തിയപ്പോൾ അന്ന് ഒരു IT ഒരു കമ്പനിയിൽ എങ്ങനെയാണ് പല ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പിള്ളേരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ക്ലാസ് എടുക്കാനിടയ്ക്ക് വരണം. ഞങ്ങൾക്ക് പറയല്ലോ ഞങ്ങളുടെ സ്റ്റുഡന്റ് IBM-ന്ന് ക്ലാസ് വെക്കാം സ്റ്റുഡൻസിനുണ്ട്. ഞാനിവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. എൻ്റെ കോളീഗ്സിന് വേണ്ടി, എൻ്റെ ജൂനിയേഴ്സിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻ സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഒഫീഷ്യലായിട്ട് എടുത്തു കൊടുക്കാറുണ്ട്. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്.